നമസ്കാരം. ഡെൻമാർക്ക് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു. പള്ളികളിൽ നിന്നുള്ള ഉച്ചഭാഷിണി ബാങ്ക് വിളി രാജ്യവ്യാപകമായി നിരോധിക്കുക. ഡെൻമാർക്കിലെ ചില പ്രദേശങ്ങൾ കണ്ടാൽ അതൊരു യൂറോപ്യൻ രാജ്യമാണെന്ന് തോന്നില്ല. ഇസ്ലാമാബാദിൻ്റെയോ കറാച്ചിയുടെയോ പ്രാന്തപ്രദേശമാണെന്നേ തോന്നൂ. കുടിയേറ്റകാര്യ മന്ത്രി മോർട്ടൻ ബോട്സ്കോവിൻ്റെ ഈ വാക്കുകൾ ഡെൻമാർക്ക് നേരിടുന്ന ഗുരുതരമായ സാമൂഹിക പ്രതിസന്ധിയുടെ നേർക്കാഴ്ച കൂടിയാണ്. അനിയന്ത്രിതമായ കുടിയേറ്റം മൂലം രാജ്യത്തിൻ്റെ സാമൂഹിക ഘടന തന്നെ തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഡെൻമാർക്കിലെ വിദേശീയരുടെ എണ്ണം, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ ദശകങ്ങളിൽ വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2026 കണക്കുകൾ സൂചിപ്പിക്കുന്നത് പല നഗരപ്രദേശങ്ങളിലും ജനസംഖ്യയുടെ വലിയൊരു ഭാഗം തങ്ങളുടെ തനത് സംസ്കാരത്തെ തള്ളിപ്പറഞ്ഞ് ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെ പൊതു ഇടങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ്. ബുർഖയും നിഖാബും ധരിച്ച് പൊതുസ്ഥലങ്ങളിൽ നടക്കുന്നത് യൂറോപ്യൻ മൂല്യങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണ്. ഡാനിഷ് സർക്കാർ ഈ നടപടി സ്വീകരിക്കുമ്പോൾ ഇസ്ലാമിക സംഘടനകൾ പതിവ് പോലെ മതസ്വാതന്ത്ര്യം എന്ന വാക്കുപയോഗിച്ച് രംഗത്തെത്തുന്നു. തങ്ങളുടെ അജണ്ടകൾക്ക് തടസ്സമുണ്ടാകുമ്പോൾ മാത്രം ജനാധിപത്യത്തെ കൂട്ടുപിടിക്കുന്ന ഇവരുടെ ഇരട്ടത്താപ്പ് ലോകം തിരിച്ചറിയുന്നുണ്ട്. ഉച്ചഭാഷണിയിലൂടെയുള്ള ബാങ്ക് വിളി തങ്ങളുടെ മൗലികാവകാശമാണെന്ന് അവർ വാദിക്കുമ്പോൾ മറ്റുള്ളവരുടെ സ്വസ്ഥതയ്ക്കും രാജ്യത്തിൻ്റെ സമാധാനത്തിനും അത് നൽകുന്ന ആഘാതം ഇവർ സൗകര്യപൂർവ്വം മറക്കുന്നു. യൂറോപ്പിലെ ഇതര രാജ്യങ്ങളിലും ഇവർ സമാനമായ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. ജർമ്മനിയിലും ഫ്രാൻസിലും സ്വീഡനിലും ഇത്തരം സംഘടനകൾ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തി പള്ളികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഉച്ചഭാഷണി ഉപയോഗം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾക്കായി വാദിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവരുടെ ലക്ഷ്യം വെറും പ്രാർത്ഥനയല്ല, പൊതുയിടങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കുക എന്നത് മാത്രമാണ്. മോസ്ക് എന്നത് ഒരു വിശ്വാസിയുടെ ആരാധനാലയമായി മാത്രം നിലനിൽക്കേണ്ടതാണ്, അല്ലാതെ പ്രദേശങ്ങളെ ശബ്ദമയമാക്കാനുള്ളതല്ല. യൂറോപ്പിലെ പല രാഷ്ട്രീയ നേതാക്കളും ഇപ്പോൾ ഇസ്ലാമിക വൽക്കരണത്തിനെതിരെ തുറന്നടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹംഗറിയുടെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ മുതൽ ഫ്രാൻസിലെ ദേശീയവാദികൾ വരെ യൂറോപ്യൻ ജനതയുടേതാണ് എന്ന ശക്തമായ സന്ദേശമാണ് ഉയർത്തുന്നത്. നമ്മുടെ ഭൂമി, നമ്മുടെ നിയമങ്ങൾ, നമ്മുടെ പാരമ്പര്യം എന്ന മുദ്രാവാക്യം എന്ന് പല പാശ്ചാത്യ രാജ്യങ്ങളിലും മലയടിക്കുന്നു. ഡെൻമാർക്കിലെ ഈ പുതിയ നിയമനിർമ്മാണത്തെ പിന്തുണച്ച് യൂറോപ്പിലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഡാനിഷ് സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടി നേതാക്കൾ പോലും തങ്ങളുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക തനിമ സംരക്ഷിക്കാൻ കടുത്ത നടപടികൾ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. 2020-ലും 2025-ലും ഉണ്ടായ പരാജയങ്ങൾ ഇത്തവണ ഉണ്ടാകില്ലെന്ന വാശിയിലാണ് സർക്കാർ. നമ്മുടെ നാട്ടിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. അനിയന്ത്രിതമായ ഉച്ചഭാഷണി ഉപയോഗം, പൊതുനിരത്തുകളിൽ പന്തൽ കെട്ടിയുള്ള നമസ്കാരം, വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം എന്നിവ നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ സമാധാനത്തെയും ചോദ്യം ചെയ്യുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള ഇസ്ലാമിസ്റ്റുകളുടെ ശൈലി ഒന്ന് തന്നെയാണ്. ആദ്യം സഹിഷ്ണുതയുടെ പേരിൽ അകത്തേക്ക് കയറുക, പിന്നീട് ആചാരങ്ങൾ അടിച്ചേൽപ്പിക്കുക, ഒടുവിൽ രാജ്യത്തെ തന്നെ മാറ്റിമറിക്കുക. കുടിയേറ്റം എന്ന ലേബലിൽ യൂറോപ്പിലേക്ക് പ്രവേശിച്ചവർ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ സാമൂഹികവും മതപരവുമായ അടയാളങ്ങൾ ചെറിയ തോതിൽ മാത്രം വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ക്രമേണ ജനാധിപത്യം അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പഴുതുകൾ ഉപയോഗപ്പെടുത്തി അവർ തങ്ങളുടെ സാന്നിധ്യം പരസ്യമാക്കാൻ തുടങ്ങി. പള്ളികളുടെ നിർമ്മാണവും അതിനൊപ്പം തന്നെ ഉച്ചഭാഷണികളിലൂടെയുള്ള ബാങ്ക് വിളിയും ഇതിൻ്റെ ഭാഗമാണ്. ഒരു മതപരമായ കർമ്മം എന്നതിലുപരി അതൊരു ഭൂപ്രദേശത്തിന്മേലുള്ള അവകാശവാദമായി മാറുന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഇസ്ലാമിക നിയമങ്ങൾ പാശ്ചാത്യ ജനാധിപത്യ മൂല്യങ്ങൾക്ക് മുകളിൽ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ന് പല യൂറോപ്യൻ നഗരങ്ങളിലും പ്രകടമാണ്. ഉച്ചഭാഷണിയിലൂടെ മുഴങ്ങുന്ന ഈ ബാങ്ക് വിളി ആ പ്രദേശത്തെ ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് ഭംഗം വരുത്തുക മാത്രമല്ല, ഒരു മതത്തിൻ്റെ ആധിപത്യം ആകാശത്ത് പോലെ നിലനിൽക്കുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടിയാണിത്. ഈ ശബ്ദ മലിനീകരണം ഒരു സാങ്കേതിക പ്രശ്നമായി കാണുന്നവർ ചരിത്രത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിലാക്കുന്നില്ല. ഇവിടെയാണ് ഡെൻമാർക്ക് സർക്കാർ ഇപ്പോൾ കടുത്ത നിലപാട് എടുക്കുന്നത്. പള്ളികളുടെ മുകളിൽ സ്ഥാപിക്കുന്ന ഉച്ചഭാഷണികൾ ആ പ്രദേശത്തിൻ്റെ സാംസ്കാരിക തനിമയെ ഇല്ലാതാക്കുന്നു. ഒരു ക്രിസ്തീയ പാരമ്പര്യമുള്ള നാട് ക്രമേണ ഒരു മരുഭൂമിയിലെ അറേബ്യൻ നഗരത്തിന് സമാനമായി മാറുന്നത് കണ്ടു നിൽക്കാൻ ഡാനിഷ് പൗരന്മാർക്ക് സാധിക്കില്ല. അവർ തങ്ങളുടെ മുൻഗാമികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ഈ നാടിൻ്റെ പാരമ്പര്യം വരും തലമുറയ്ക്ക് വേണ്ടി സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിനെതിരെ ശബ്ദമുയർത്തുന്നവരെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്ന ഇസ്ലാമിസ്റ്റ് ലോബികളുടെ തന്ത്രങ്ങൾ ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഡെൻമാർക്കിൻ്റെ ഈ തീരുമാനം മറ്റു രാജ്യങ്ങൾക്കും ഒരു കണ്ണാടിയാണ്. പൊതു ഇടങ്ങളിൽ എന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അവിടെ ഒരു പ്രത്യേക മതത്തിൻ്റെ ശബ്ദങ്ങൾ മുഴങ്ങുന്നത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഉച്ചഭാഷണി നിരോധനം എന്നത് കേവലം ശബ്ദ നിയന്ത്രണം മാത്രമല്ല, അത് യൂറോപ്പിൻ്റെ സാംസ്കാരികമായ അസ്തിത്വം വീണ്ടെടുക്കുന്നതിനുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗം കൂടിയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ പാത പിന്തുടരുമെന്നതിൽ സംശയവുമില്ല. കാരണം സ്വന്തം സംസ്കാരം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ രാജ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? ഈ ബോധം ജനങ്ങളിൽ ഇപ്പോൾ ശക്തമായി ഉണർന്നു കഴിഞ്ഞു. ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ടകൾക്ക് ഡെൻമാർക്ക് നൽകുന്ന ഈ തിരിച്ചടി ലോകമെമ്പാടുമുള്ള ദേശീയവാദികൾക്ക് നൽകുന്നത് വലിയൊരു ആത്മവിശ്വാസമാണ്. ഇത് അവസാനമല്ല, തുടക്കം മാത്രമാണ്. യൂറോപ്പിലെ പല രാജ്യങ്ങളും പ്രീണന രാഷ്ട്രീയത്തിന് വലിയ വിലയാണ് കൊടുക്കേണ്ടി വരുന്നത്.
സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പ്രധാന കാരണം ഇസ്ലാമിസ്റ്റുകളെ പ്രീണിപ്പിക്കാൻ അധികാരികൾ കാണിച്ച ദൗർബല്യമാണ്. മതസൗഹാർദ്ദം എന്ന വ്യാജേന ഇസ്ലാമിസ്റ്റുകൾക്ക് നൽകിയ ഇളവുകൾ ക്രമേണ രാജ്യത്തിന്റെ നിയമവാഴ്ചയ്ക്ക് ഭീഷണിയായി മാറി. സ്വീഡനിലെ പല നഗരങ്ങളിലും ഇന്ന് പോലീസ് പോലും പ്രവേശിക്കാൻ മടിക്കുന്ന നോ ഗോ സോണുകൾ രൂപപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇസ്ലാമിക നിയമങ്ങളാണ് പ്രാബല്യത്തിലുള്ളത്. പള്ളിയിൽ നിന്ന് ഉച്ചഭാഷണിയിലൂടെയുള്ള ബാങ്ക് വിളി എന്നത് ഒരു തുടക്കം മാത്രമാണ്. തുടർന്നുള്ള അവരുടെ അജണ്ടകൾ ഇസ്ലാമിസ്റ്റ് നിയമങ്ങൾ ആ രാജ്യത്തിൽ നടപ്പിലാക്കുക എന്നതാണ്. ഇത് യൂറോപ്യൻ പൗരന്മാരുടെ ജനാധിപത്യപരമായ അവകാശങ്ങളെ പൂർണ്ണമായും ഹനിക്കുന്നു. ഡെൻമാർക്കിലെ സർക്കാർ ഈ അപകടം നേരത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇത്രയും കടുത്ത പ്രസ്താവന നടത്തിയത്. ഇസ്ലാമാബാദിനെ അനുസ്മരിപ്പിക്കുന്ന അവസ്ഥ ഡെൻമാർക്കിലെ ചില പ്രദേശങ്ങളിൽ കണ്ടു എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് ഭരണകൂടത്തിന്റെ ആശങ്കയാണ് വെളിപ്പെടുത്തുന്നത്. പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ചില്ല എങ്കിൽ തങ്ങളുടെ നാട് എന്നേക്കുമായി നഷ്ടപ്പെടുമെന്ന് ഡാനിഷ് സർക്കാർ മനസ്സിലാക്കുന്നു. പള്ളികളിൽ ബാങ്ക് വിളി നടത്തുന്നത് മതസ്വാതന്ത്ര്യമാണെന്ന് വാദിക്കുമ്പോൾ അതേ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റു മതസ്ഥർക്ക് നിഷേധിക്കപ്പെടുന്നു? ഇസ്ലാമിക സംഘടനകൾ ഈ രാജ്യത്തിന്റെ നിയമത്തെ തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുകയും അതേസമയം ആ രാജ്യത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പ്രീണന രാഷ്ട്രീയം തുടരുന്നത് കൊണ്ട് മാത്രം ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവർ തയ്യാറാവുന്നില്ല. പകരം ഓരോ വിട്ടുവീഴ്ചയും ഇവരുടെ വിജയമായി കാണുകയും കൂടുതൽ ആവശ്യങ്ങളുമായി രംഗത്ത് വരികയും ചെയ്യുന്നു. ഇത് അവസാനിപ്പിക്കാൻ നിയമപരമായ കടുത്ത നടപടികൾ തന്നെ വേണം. ഡെൻമാർക്കിന്റെ ഈ ഉച്ചഭാഷണി നിരോധന നിയമം ഇസ്ലാമിസ്റ്റുകളുടെ ഈ അജണ്ടയ്ക്ക് നൽകുന്ന വലിയൊരു പ്രഹരം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ മാതൃക പിന്തുടർന്നില്ല എങ്കിൽ യൂറോപ്പിന്റെ ഭാവി ഇരുളടഞ്ഞതായിരിക്കും. ദേശീയതയും സാംസ്കാരിക പൈതൃകത്തെയും മുറുകെ പിടിക്കുന്നവർ മാത്രമേ ഈ ഭീഷണി അതിജീവിക്കൂ എന്ന് ചരിത്രം തെളിയിക്കുന്നു. മതത്തെ വെറും വിശ്വാസമായി കാണാതെ അതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്ന പ്രവണത ഇന്ന് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഇരകളാകുന്നത് ജനാധിപത്യ രാജ്യങ്ങളാണ്. ഭാരതത്തിൽ നാം അനുഭവിക്കുന്ന അവസ്ഥയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. പൊതുനിരത്തുകളിൽ പന്തൽ കെട്ടി നമസ്കരിക്കുന്നതും അമിത ശബ്ദത്തിൽ ബാങ്ക് വിളിക്കുന്നതും ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളും മതത്തിന്റെ രാഷ്ട്രീയവൽക്കരണത്തിന് തെളിവുകളാണ്. ഡെൻമാർക്കിലെ ഉച്ചഭാഷണി നിരോധനത്തെ ഈ കാഴ്ചപ്പാടിൽ നോക്കിക്കാണണം. ഒരു രാജ്യത്തിന്റെ ദേശസുരക്ഷ എന്നത് അതിന്റെ സാംസ്കാരികമായ സുരക്ഷയിൽ കൂടി അധിഷ്ഠിതമാണ്. പള്ളികളിൽ നിന്ന് ഉച്ചഭാഷണിയിൽ ബാങ്ക് വിളി മുഴങ്ങുന്നത് ഒരു മതപരമായ ആവശ്യമാണെന്ന് പറയുമ്പോൾ തന്നെ അത് മറ്റു മതസ്ഥരുടെ സമാധാനപരമായ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതുകൂടി പരിഗണിക്കണം. ജനാധിപത്യം എന്നാൽ ഭൂരിഭാഗത്തിന്റെ സമാധാനത്തെ ബലികഴിച്ച് ന്യൂനപക്ഷത്തിന്റെ അജണ്ടകൾ നടപ്പിലാക്കലല്ല. ഏതൊരു മതത്തിന്റെ പേരിൽ പൊതു ഇടം കയ്യേറുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഡെൻമാർക്ക് ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. ഭാരതത്തിലെ ദേശീയവാദികൾക്ക് ഇത് വലിയൊരു പാഠമാണ്. നമ്മുടെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കാൻ നിയമപരമായ ഇടപെടലുകൾ ആവശ്യമാണ്. മതത്തെ രാഷ്ട്രീയവൽക്കരിച്ച് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്തുന്ന ഇസ്ലാമിസ്റ്റ് അജണ്ടകളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും നാം തയ്യാറാകണം. ഏതറ്റം വരെയും പോകാൻ സന്നദ്ധരായ ഒരു തലമുറയെ നാം വാർത്തെടുക്കണം. ഡെൻമാർക്കിന്റെ ഈ തീരുമാനം ഇസ്ലാമിക ഭ്രാന്തിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ്. ഇനിയും മൗനം പാലിച്ചാൽ വരും തലമുറകൾക്ക് സ്വന്തം മണ്ണിൽ ജീവിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികളെ നാം സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും വേണം. ഒരു BJP അനുഭാവി എന്ന നിലയിൽ ദേശത്തിന്റെ സുരക്ഷയും സാംസ്കാരിക തനിമയും സംരക്ഷിക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ എപ്പോഴും ാണ്. മതപരമായ തീവ്രവാദ പ്രവണതകളെ വേരോടെ പിഴുതെറിയാൻ ഇത്തരം കടുത്ത നിയമങ്ങൾ തന്നെയാണ് ഏറ്റവും മികച്ച വഴി. ഇതിനെതിരെ BJP ഉൾപ്പെടെയുള്ള ദേശീയവാദ പ്രസ്ഥാനങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് മാത്രമാണ്: രാജ്യസുരക്ഷയും സംസ്കാരവും സംരക്ഷിക്കാൻ എന്ത് ത്യാഗം സഹിക്കാനും ഞങ്ങൾ തയ്യാറാണ്. മതത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ അടിച്ചമർത്താൻ ശക്തമായ നിയമങ്ങൾ ആവശ്യമാണ്. പള്ളികളിലെ ഉച്ചഭാഷണി ഉപയോഗം നിരോധിക്കുക എന്നത് മതഭ്രാന്തിനെതിരെ ഭരണകൂടം കാണിക്കുന്ന ആദ്യത്തെ കാൽവയ്പാണ്. ഡെൻമാർക്കിലെ ഈ നീക്കം യൂറോപ്പിന് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഒരു വലിയ പാഠമാണ്. ദേശസ്നേഹം എന്നത് വെറും വാക്കുകളല്ല, സ്വന്തം മണ്ണിൽ അന്യരുടെ ആധിപത്യം അനുവദിക്കില്ല എന്ന ദൃഢനിശ്ചയമാണ്. ഇസ്ലാമിസ്റ്റുകളുടെ വ്യാജ പ്രചാരണങ്ങളും അജണ്ടകളെയും തകർക്കാൻ ഡെൻമാർക്ക് എടുത്തിരിക്കുന്ന ഈ കടുത്ത നടപടി വരാനിരിക്കുന്ന വലിയൊരു മാറ്റത്തിന്റെ നാന്ദിയാകട്ടെ. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.